ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണ്. കറിവേപ്പിലയുടെയൊക്കെ കുറച്ച് ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയാലോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ, നമ്മുടെ സെക്കൻഡ് ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് ഈ വീഡിയോയിലാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് വേണ്ടത്. ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് കറിവേപ്പില എടുത്തിട്ട് നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുള്ള കറിവേപ്പില നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ കേട്ടോ. നല്ലോണം കൈ വെച്ച് പൊടിച്ചെടുക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് കോരി ഒരു സൈഡിലേക്ക് വെക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. ശരിക്കും കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞ് വരുന്ന ആ രീതിയിൽ മാക്സിമം നന്നായിട്ട് അങ്ങ് പൊടിച്ചിട്ട് കൊടുക്കുക. വലുതായിട്ട് കിടക്കണ്ട. എന്നിട്ട് ഇനി ഈ കറിവേപ്പിലയിലേക്ക് നമ്മൾ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഒരു ഇത്തിരി കൂടിയൊക്കെ മതിയാവും നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അയമോദകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതില്ലെങ്കിൽ ഇനി ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അത് മതി, കൂടുതൽ വേണ്ട. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഈ സമയത്തേക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതലൊന്നും വേണ്ട. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യാണ് വേണ്ടത്. ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് വേണ്ടി വരും. കുറച്ച് വേണ്ടി വരും കേട്ടോ, എന്നാൽ തന്നെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ആ ഒരു എണ്ണയുടെ അംശം നമ്മൾ മാവിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിക്കോട്ടെ. അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ പൊടി നന്നായിട്ടൊന്ന് നനഞ്ഞ് വരുന്നു. ചെറുതായിട്ട് ആ എണ്ണ വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ നനവാവുന്ന സമയത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ടി വരില്ല. കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം വന്നിട്ടുള്ളൂ. 1/2 കപ്പൊന്നും വേണ്ടി വന്നിട്ടില്ല, 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. ഇതുപോലെയാണ് വേണ്ടി കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ ഒരിക്കലും. ആ ചപ്പാത്തിയുടെ അത്രയ്ക്കൊന്നും ലൂസ് വേണ്ട, കുറച്ചൊരു ടൈറ്റിൽ തന്നെയാണ് മാവ് വേണ്ടത്. എന്നിട്ട് ഒന്ന് അടച്ചിട്ട് ഒരു 20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 20 മിനിറ്റ് കഴിയുന്ന സമയത്ത് എടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് അത് ഈ വലുപ്പത്തിലുള്ള ഓരോ ബോളാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് വലുതല്ല ചെറുതല്ലാത്ത രീതിയിൽ. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഒരു ഇത്തിരി മൈദപ്പൊടി ഇട്ട് കൊടുക്കുക, കൂടുതലൊന്നും വേണ്ട, വളരെ കുറച്ചിട്ട്. എന്നിട്ട് നമ്മൾ സാധാരണ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. ചപ്പാത്തിയുടെ അത്രയ്ക്ക് കനം കുറയേണ്ട, കുറച്ചൊരു കട്ടി ഇരുന്നോട്ടെ, കൂടുതലല്ല. അത്യാവശ്യം ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള ചെറിയൊരു കട്ടി ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇതിവിടെ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ അടപ്പ് പകുതി ഭാഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഷേപ്പിൽ കിട്ടും. ഇത്രയ്ക്ക് വീതി വേണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറുതായിട്ട് മുറിച്ചെടുത്താലും മതി. ഇതുപോലെ നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ആ മാവ് പരത്തിയതിൻ്റെ മുഴുവൻ ഭാഗം ഇതുപോലെ നല്ല ഭംഗിയിൽ മുറിച്ചെടുക്കുക. എളുപ്പത്തിൽ പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇതുപോലെ ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് അടുത്ത് ആക്കിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ പ്ലേറ്റിലേക്ക് ഇടുന്ന സമയത്ത് ഒരു ഇത്തിരി മൈദപ്പൊടി തടവി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണേ, ആദ്യം അത്യാവശ്യം ഒന്ന് എണ്ണ ചൂടാക്കി വെക്കുക. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെക്കണേ. കാരണം ഫുൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് മാറും. ഉള്ളിൽ അത്യാവശ്യം വേവാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് ഉടനെ തന്നെ ഇളക്കണ്ട കേട്ടോ. ഇതുപോലെ അത്യാവശ്യം ആ ഒരു പതയൊക്കെ അങ്ങ് പോയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് 2 സൈഡും ഒരുപോലെ അങ്ങ് ഫ്രൈ ആയി കിട്ടിക്കോളും. അത്യാവശ്യമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് നല്ല അത്യാവശ്യം ക്രിസ്പിയാണല്ലോ. അപ്പോൾ ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. എടുക്കുന്ന സമയത്ത് തീ ഒന്ന് 2 സെക്കൻഡ് കൂട്ടി വെച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഓയിൽ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം ഈ ഒരു കളറൊക്കെ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഉൾഭാഗം വേവാത്തൊരു പ്രശ്നം ഉണ്ടാവും. നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു 2 ബാച്ചും കൂടി ഇത്ര തന്നെ ഫ്രൈ ചെയ്യാനുണ്ടാവും. അതുകൂടെ ഫ്രൈ ചെയ്ത് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ചൂടാറുന്ന സമയത്താണ് കുറച്ചുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടുക. പൊട്ടിച്ച് വെക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു സിമ്പിൾ സ്നാക്സാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ മധുരമുള്ള ടൈപ്പ് നമ്മൾ കുറേ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചാനലൊക്കെ തുടങ്ങിയ സമയത്ത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടോക്കണം. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ, പഞ്ചസാര ഇട്ടിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ചെയ്തു നോക്കാം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ മറക്കരുത് കേട്ടോ.
അപ്പോൾ ഇനി നമ്മുടെ ഗിവ് അവേനെ കുറിച്ചാണ് പറയാനുള്ളത്. സെക്കൻഡ് ഗിവ് അവേ വിന്നേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നോക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഭയങ്കര വലുതാണ്. അപ്പോൾ അതെന്തായാലും തുടക്കത്തിൽ തന്നെ പറയട്ടെ. അപ്പോൾ നമുക്ക് കണ്ടു വയ്ക്കാമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 3800ഓളം കമൻസാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിന്നാണ് നമ്മൾ 4 കമൻസ് എടുക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള കമൻസാണ് കേട്ടോ. അപ്പോൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് നമ്മൾ കമൻസ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വിന്നർ ആരാന്നുള്ളത് നോക്കാം. സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, കമൻസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗിവ് അവേയിൽ ഫസ്റ്റ് വിന്നറായി വന്നിട്ടുള്ളത് ജസീലയാണ് കേട്ടോ. കൺഗ്രാസ് ജസീല. അപ്പോൾ ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ആരാന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ കമൻസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഗിവ് അവേയിൽ സെക്കൻഡ് വിന്നറായി വന്നിട്ടുള്ളത് യാസയാണ് കേട്ടോ. കൺഗ്രാസ് ഡിയർ. അപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കാം. ഇനി നമ്മുടെ മൂന്നാമത്തെ വിന്നർ ആരാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ വിന്നറായിട്ട് വന്നിട്ടുള്ളത് ടിപ്പ് ടോപ്പ് മലയാളം എന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ യൂസറിൽ ഇതാണ് കൊടുത്തിട്ടുള്ളത്, പേര് കൊടുത്തിട്ടില്ല. പിന്നെ ഇതുപോലെ വരുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം പറയാണ്ട്, നമ്മൾ ഫസ്റ്റ് ഗിവ് അവേയിൽ ഡു ഡൺ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഒരു വിന്നർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ നമ്മളായിട്ട് കറക്റ്റ് ഒരു കോൺടാക്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. ബാക്കി 3 ആൾക്കും പ്രൈസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സെറ്റായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡു ഡൺ എന്നുള്ള പേരിൽ നിന്നിപ്പോൾ ഒരു 3-4 മെയിൽ ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് യൂസറിന് തന്നെ മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കണം. കാരണം നമുക്കൊരു ഉറപ്പ് വരുത്തണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ 4ാമത്തെ വിന്നറിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗിവ് അവേയിൽ അപ്പോൾ ലാസ്റ്റ് വിന്നർ ആരാന്നുള്ളതോടെ കണ്ടു നോക്കാം. ലാസ്റ്റ് വിന്നറായിട്ട് വന്നിട്ടുള്ളത് ഫറാസ് വേൾഡ് ആണ് കേട്ടോ. കൺഗ്രാസ് ഡിയർ. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ ഇന്നത്തെ ഗിവ് അവേ കഴിഞ്ഞു. വിജയിച്ചിട്ടുള്ള 4 വിന്നേഴ്സിനും കൺഗ്രാസ് ഡിയേഴ്സ്. അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കൂടെ പറയുകയാണ്. ഇനി വിജയിച്ചിട്ടുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു മെയിൽ ഐ ഡിയിൽ, നമ്മൾ ഫദ്വാസ് കിച്ചൻ മെയിൽ ഐ ഡിയിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി മെയിൽ ഐ ഡി ഇല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. ഒരുപാട് ആളുകൾ, കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവും ഗിവ് അവേയിൽ വിന്നർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നവരുണ്ടാവും. സാറിലെ വിഷമിക്കേണ്ട, നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വേറെ നല്ലൊരു അടിപൊളി ഗിവ് അവേയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുകൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്